ഇന്ന് നമുക്കൊരു കുമരകം കുട്ടനാടൻ സ്പെഷ്യൽ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതുണ്ടാക്കിയാലോ. അതിന് ആവശ്യമായിട്ട് കരിമീൻ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കരിമീൻ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മീഡിയം സൈസ് തക്കാളി 2 എണ്ണം, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 1 കപ്പ്. ഞാനിവിടെ കുറച്ച് കാന്താരി മുളകാണ് ചേർക്കുന്നത്. കാന്താരി മുളകും ഉള്ളിയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്കും മീൻ നല്ല ടേസ്റ്റ് ആവും. ഇനി നിങ്ങൾക്ക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളകും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, തേങ്ങാപ്പാൽ 1/4 കപ്പ്. ഞാനിവിടെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് ഗ്രേവി തയ്യാറാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയാണ്. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കരിമീൻ വറുത്തെടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കരിമീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു 5 to 10 മിനിറ്റ്സ് വെക്കണം. നമുക്ക് ഈ കരിമീൻ ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ഫ്രൈ ആകണ്ട, ഒരു പകുതിയോളം ഫ്രൈ ആയാൽ മതി. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കാന്താരി മുളക്, കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്താണ് ഗരം മസാല ചേർക്കേണ്ടത്, 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഗരം മസാല ചേർക്കാതെ തന്നെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിവിടെ കാന്താരി മുളക് കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പച്ചമണമൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഓഫ് ചെയ്യുക. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മളിനി മീൻ പൊള്ളിക്കുന്നത് ഒരു വാഴയിലയിലാണ്. അതിനായിട്ടൊരു വാഴയില എടുക്കുക. ഇലയിലേക്ക് ആദ്യം കുറച്ച് ഗ്രേവി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക ഗ്രേവി. ഈ ഗ്രേവിയുടെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെക്കുക. ഇനി ഈ മീനിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇനി മീൻ മൊത്തം നമുക്ക് ഗ്രേവിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഗ്രേവി ഇങ്ങനെ മൊത്തം മീനിൽ കവർ ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുമ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റും ഗ്രേവിയുടെ ഒക്കെ കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു സ്വാദായിരിക്കും. മാത്രമല്ല നമ്മൾ ഈ കരിമീൻ പൊള്ളിച്ചത് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട്
നമ്മൾ കൂടുതൽ ഗ്രേവി ചേർക്കുന്നത്. ഈ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ ഗ്രേവിയിൽ കരിമീൻ നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല പൊതിഞ്ഞെടുക്കാം. ചെറുതായിട്ട് കെട്ടിക്കൂടി കൊടുക്കാം, അപ്പോൾ അത് തുറന്ന് വരത്തില്ല. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈ വാഴയിലയിൽ പൊതിഞ്ഞ് മീൻ വെക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഈ 5 മിനിറ്റ് ടൈമിൽ ഈ മൂടി മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, വാഴയിലയും ഗ്രേവിയൊക്കെ ചേർന്നത്. നമുക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നില്ലേ. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.